വീണ്ടും ഒരു പ്രതികരണം കൊണ്ട് വെട്ടിലാവുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊരു ചോദ്യമാണ്. കാരണം പ്രസംഗിക്കുന്നതിനിടയിൽ ചോദ്യം ചോദിച്ചയാളോട് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുന്നു. കോന്നിയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കവേ വേദിയിൽ നിന്നും ചോദ്യം ഉയർന്നതും വീട്ടിൽ പോയി ചോദിക്കൂ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ആദ്യം അത് കേൾക്കാം. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ പ്രസംഗം, ഈ ക്ലിപ്പൊക്കെ വന്നതിന് പിന്നാലെ വ്യാപകമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അടക്കം പിണറായി വിജയനെതിരെ ഉയരുന്നത്. ശ്രീരാജ് ബാബു ഉരങ്ങളുമായി ചേരുന്നു. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോന്നിയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. സിറ്റിംഗ് MLA KU ജനീഷ് കുമാറിന് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിന് വേണ്ടി എത്തിയതാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പം ഈ വിവാദം എവിടെ എത്തി നിൽക്കുന്നു ശ്രീരാജ്? ചെയ്തതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ മാത്രമല്ല, അങ്ങനെ ആ വേദിയിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചതിൽ കൂടി ഒരു പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 10,000-കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു വേദി, ആ വേദിയിൽ ആ സദസ്സിൽ നിന്നും ഒരു മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും ചോദ്യം ചോദിക്കട്ടെ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി പ്രകോപിതനാവുകയും വീട്ടിൽ പോയി ചോദിക്കൂ എന്നൊരു മറുപടി നൽകുകയുമായിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിക്ക് ആ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടർന്നായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് എത്തുകയില്ലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു സാധാരണഗതിയിൽ ഒരു ചോദ്യോത്തരവേളയൊന്നുമല്ല ഇത്. അങ്ങനെ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ വേദിയിൽ നിന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നു, അതിന് മറുപടി നൽകുന്നു, അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഈ അടുത്ത കാലത്തൊന്നല്ല എങ്ങും കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ അവിടെ മുഖ്യമന്ത്രി ആ ചോദ്യത്തോട് നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇലക്ഷൻ സമയത്ത് മുൻപും സമാനമായ രീതിയിൽ വേദികളിലെത്തി പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ വിവാദമായിട്ടുണ്ട്. കൊല്ലത്ത് മുൻപ് NK പ്രേമചന്ദ്രനെതിരെ നടത്തിയ പരനാറി പ്രയോഗം അടക്കം ഇലക്ഷൻ കാലത്ത് വലിയ വിവാദമായ സംഭവങ്ങളിൽ നിന്നാണ്. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെ ഈ ക്ലിപ്പ്, ഇത്തരത്തിൽ വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറയുന്ന ആ ഭാഗം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഇത് ഷെയർ ചെയ്യപ്പെടുകയും ചർച്ചയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗം തുടർന്നായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർച്ചയായും ശ്രീരാജ്, കാരണം അതിനെ വേറൊരു രീതിയിൽ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ഇപ്പം ശ്രീരാജ് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമ്മേളനം, ഒരു പൊതുവേദിയാണ്. ആ പൊതുവേദിയിലിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു ശീലം സാധാരണ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇതൊരു തിരഞ്ഞെടുപ്പ് കാലം അല്ലെങ്കിൽ കൂടി ഒരു ചോദ്യം ഒരാൾക്ക് ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിക്കാനല്ലല്ലോ പറയേണ്ടത്. അതിനെ വേറെ പല രീതിയിലും അതിനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്. കഴിഞ്ഞ ദിവസം ചെറ്റ പരാമർശമൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെ ചാരുത എന്ന് തിരുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ നേതാക്കളൊക്കെ. ചെറ്റ എന്ന് പറഞ്ഞാൽ അത് ചാരുതയുള്ളത് എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്ന രീതിയിലൊരു ഇന്റർപ്രിറ്റേഷനൊക്കെ CPM-ന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇനി ഇതിനിപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള തിരുത്തുമൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതും അറിയാം. അപ്പം